വെൽക്കം ടു കുക്കിംഗ് ആർട്ട് ചാനൽ. കെമിക്കൽസ് ഇല്ലാതെ ഡിറ്റർജൻറ്റ് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് കാണുവാൻ പോകുന്നത്. സോപ്പ് നട്ടാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുവാൻ പോകുന്നത്. ഇത് കടയിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നമുക്ക് വാങ്ങിക്കുവാൻ കിട്ടും. ഒരു 8 സോപ്പ് നട്ടാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുവാൻ പോകുന്നത്. ഇത് 1 ലിറ്റർ തിളച്ച വെള്ളത്തിലേക്ക് ഇടുക. ഇട്ടതിന് ശേഷവും ഒരു 10 മിനിറ്റ് നേരം ചെറുതീയിൽ തിളപ്പിക്കുക. അത് കഴിഞ്ഞ് ഒരു 10-12 മണിക്കൂർ അത് മൂടി വയ്ക്കണം. ഇവിടെ രാത്രിയിലാണ് അത് ഇട്ട് വച്ചിരിക്കുന്നത്. അടുത്ത ദിവസം അതിൻ്റെ കുരു എടുത്ത് കളഞ്ഞിട്ട് തോല് മാത്രം എടുക്കുക. തോല് ഇതുപോലെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. അത് ആ ലിക്വിഡിലേക്ക് ഇതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ചെറുതീയിൽ ഇതുപോലെ തിളപ്പിക്കുക. നന്നായി തണുത്ത് കഴിയുമ്പോൾ അതിനെ അരിച്ചെടുക്കുക. ഇത് ഒരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്തിട്ട് തുണി നനയ്ക്കുമ്പോൾ ആവശ്യാനുസരണം ഇത് ഒഴിച്ച് ഉപയോഗിക്കാവുന്നതാണ്. വാഷിംഗ് മെഷീനിൽ തുണി അലക്കാൻ പോകുമ്പോൾ ഇതൊഴിച്ച് നമുക്ക് കഴുകാവുന്നതാണ്. ഇത് ആവശ്യാനുസരണം വെള്ളത്തിലൊഴിച്ചിട്ട് സിൽക്ക് സാരിയൊക്കെ വളരെ സോഫ്റ്റായിട്ട് കഴുകിയെടുക്കാവുന്നതാണ്. ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുവാനാണെങ്കിൽ തൊലി അരച്ച് ലിക്വിഡിൽ ഒഴിച്ചതിന് ശേഷം ചൂടാക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ റോക്ക് സോൾട്ടും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും അതിലൊഴിച്ച് ഇളക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് ചെറുതീയിൽ തിളപ്പിച്ചെടുക്കുക. റോക്ക് സോൾട്ട് പൗഡറായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോൾ ഒരു പാത്രത്തിലേക്ക് അരിച്ചെടുത്തിട്ട് ഒരു ബോട്ടിലിലേക്ക് ഒഴിച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് പാത്രം കഴുകുമ്പോൾ ഉപയോഗിക്കാം. ഇത് വെച്ച് കഴുകിയെന്നാൽ പാത്രങ്ങൾ നന്നായിട്ട് വെട്ടിത്തിളങ്ങും. പിന്നെ ഇത് ഒരു മാസത്തോളം കേടുകൂടാതെ ഇരിക്കും. കെമിക്കൽസിനോട് അലർജി ഉള്ളവർക്ക് ഇത് വളരെ ഉപകാരപ്പെടും.